നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 24 മുതൽ 27 വരെ 4 ദിവസം തുലാം രാശിക്ക്, തുലാം ലഗ്നത്തിനും അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 8 ഗ്രഹങ്ങൾ വീതം ഈ 4 ദിവസങ്ങളിൽ അനുകൂലമായിട്ട് വരികയാണ്. സൂര്യൻ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. തുലാം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഏപ്രിൽ 23 ഉച്ചയ്ക്ക് ശേഷം 3:13 PM മുതൽ ഏപ്രിൽ 28 വെളുപ്പിന് 3:35 AM വരെയാണ് ഈ അത്യധികം ഗുണാധിക്യമുള്ള 8 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ഇതിൽ ഏപ്രിൽ 23 ഉച്ചയ്ക്ക് ശേഷം 3:13 PM മുതൽ 25 രാത്രി 8:04 PM വരെ ചന്ദ്രൻ സ്വക്ഷേത്രമായ കർക്കിടകത്തിലും, അതിനുശേഷം 28 വെളുപ്പിന് 3:35 AM വരെ ചിങ്ങരാശിയിൽ നിങ്ങളുടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തും വരികയാണ്. 10ാം ഭാവത്തിലും അനുകൂലമാണ് ചന്ദ്രൻ. ഓക്കെ, അപ്പോൾ ചന്ദ്രൻ ഉൾപ്പെടെ ഈ ദിവസങ്ങളിൽ 24, 25, 26, ഓക്കെ, ഏകദേശം 23-ാം തീയതി ഉച്ചയ്ക്ക് മുതൽ 27-ാം തീയതി രാത്രി വെളുപ്പിന്, അടുത്ത ദിവസം വെളുപ്പിന് വരെ 8 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദക്ഷിണ തരിക, പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെടുക, ദയവേത് ഫോൺ വിളിക്കരുത്. ഓക്കെ, എല്ലാ തരത്തിലും തിരക്കാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ഫോണല്ല, നേരിട്ടുമൊക്കെ നമുക്ക് ബന്ധപ്പെടാം. പക്ഷേ സംഭവം എല്ലാവർക്കും സമയക്കുറവാണ്. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ പറയാം, ദയവേത് ഫോൺ വിളിക്കരുത്. 9847291363. അപ്പോൾ നിങ്ങൾക്കറിയാം. പിന്നെ ഒരു കാര്യമുണ്ട്, ജൂൺ 2 വ്യാഴം മാറുന്നുണ്ട്. അപ്പോൾ ജൂൺ 2 മുമ്പായിട്ട് നിങ്ങൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ജൂൺ 2 വ്യാഴം ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ കർമ്മഭാവത്തിൽ വരും. അപ്പോൾ ഭാഗ്യസ്ഥാനത്തു നിന്ന് വ്യാഴം മാറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം കുറയും. ഏകദേശം ഞാൻ ഈ ചാനൽ തുടങ്ങിയ കാലം മുതൽ തുലാം രാശിക്കാർക്കാണ് പൊതുവെ ഗുണാധിക്യം നീണ്ട ഒരു കാലയളവിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഭാഗ്യത്തിൻ്റെ ശമനം തുടങ്ങാൻ പോകുന്നത് ജൂൺ 2 ജൂൺ 2 കർമ്മഭാവത്തിൽ ചന്ദ്രൻ വരുമ്പോൾ തൊഴിൽപരമായിട്ടൊക്കെ നേട്ടം ഉണ്ടാവും തീർച്ചയായിട്ടും. എങ്കിലും 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിനെക്കാട്ടിലും ഭാഗ്യം കുറവായിരിക്കും കർമ്മഭാവത്തിൽ വ്യാഴം വരുമ്പോൾ. എങ്കിലും അത് ഉച്ചക്ഷേത്രത്തിലാണ്. അതിനുശേഷം ഏകദേശം 1 വർഷം കഴിയുമ്പോൾ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം വരും. അപ്പോൾ കാലം തിരിഞ്ഞു വരുമെങ്കിലും അതിനിടയ്ക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഏകദേശം ഒരു 1.25 വർഷം കഴിയുമ്പോൾ ശനി പ്രതികൂലമായിട്ട് വരും 7ാം ഭാവത്തിൽ. അതും നീചരാശിയായ മേടം രാശിയിൽ വരും. അപ്പോൾ കുറച്ചൊക്കെ പണി കിട്ടും. ജീവിത പങ്കാളിയായിട്ട് പ്രശ്നമുണ്ടാവാം. ജീവിത പങ്കാളിക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകും. അതുമാത്രമല്ല, നിങ്ങൾക്ക് തന്നെയും ഈ ഓപ്പോസിറ്റ് സെക്സുമായിട്ട്, സ്ത്രീകൾക്ക് പുരുഷന്മാരുമായിട്ടും പുരുഷന്മാർക്ക് സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളിൽ, അത് ഏത് തരത്തിലുള്ള ബന്ധത്തിലായാലും അതിന് ഒരു പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. ശനി മേടം രാശിയിൽ, നീചരാശിയിൽ 7ാം ഭാവത്തിൽ നിങ്ങൾക്ക് വരുമ്പോൾ ഏകദേശം 1.25 വർഷം കഴിഞ്ഞാണ്. അപ്പോൾ നമുക്ക് ഇവിടെ
പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ, അതായത് ഏപ്രിൽ 23-നും 27-നും ഇടയ്ക്ക്, 23 ഉച്ച മുതൽ. അതിനു മുമ്പേയും സൂര്യൻ പ്രതികൂലമായിട്ട് 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 7-ാം ഭാവത്തിൽ വലിയ നേട്ടങ്ങൾ വരില്ല. പക്ഷെ 7-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് സൂര്യൻ്റെ ഈ പറഞ്ഞ സ്ഥാനം 7-ാം ഭാവത്തിലായതുകൊണ്ട് ജീവിത പങ്കാളിയുമായിട്ട് പ്രശ്നമുണ്ടാവാം, ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. അതൊക്കെ വിവേകപൂർവ്വം, ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം പരിഹരിക്കുക. എല്ലാറ്റിനും ഒരു പരിഹാരം ഇതാണ്: ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. പക്ഷെ അത് മാത്രം പോരാ, വേറെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ നമുക്ക് 8 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. എങ്കിലും 6-ാം ഭാവത്തിലെ ചൊവ്വയും ശനിയും കൂടെയുള്ള കൂടിച്ചേരൽ, അഗ്നിമാരുതയോഗം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പേടിപ്പിക്കും. പക്ഷേ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 6-ാം ഭാവത്തിൽ ചൊവ്വയും അനുകൂലമാണ്, ശനി അനുകൂലമാണ്. ശനി ഇവിടെ മിത്രഗ്രഹമായ ശുക്രൻ്റെ ഉച്ചക്ഷേത്രത്തിലായ മീനം രാശിയിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ നേട്ടങ്ങളുണ്ട്. അതുകൂടാതെ ഈ ചൊവ്വയും ശനിയും ശത്രുക്കളാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഈ 6-ാം ഭാവത്തിൽ കിടന്ന് ഇടികൂടുകയും ചെയ്യും, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അനുഗ്രഹങ്ങൾ തരികയും ചെയ്യും. അങ്ങനൊരു സിറ്റുവേഷനാണ് ഉള്ളത്. എങ്കിലും മെയ് 11-ന് ചൊവ്വ മാറുന്നു. പക്ഷേ അത് നിങ്ങളുടെ 7-ാം ഭാവത്തിലാണ്. അത് പ്രശ്നമാകും. അപ്പോൾ മെയ് 11 വരെ നേട്ടമാണ് ചൊവ്വ കൊണ്ട്. ശനി ഏകദേശം 1.25 വർഷം. പിന്നെ ബുധൻ അവിടെ നിൽക്കുന്നു. ബുധനും ചൊവ്വയൊക്കെ ശത്രുക്കളാണ്. അത് മാത്രമല്ല, ബുധൻ അവിടെ നീചരാശിയിലാണ്, മീനം രാശിയിൽ. അപ്പോൾ ഈ പറഞ്ഞ 6-ാം ഭാവത്തിൽ നിങ്ങൾക്ക് ഈ 3 ഗ്രഹങ്ങൾ വരുമ്പോൾ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാവുമെങ്കിലും അതിൻ്റെ ഒരു പൊലിമ കുറയും. ഈ 8 ഗ്രഹങ്ങൾ അനുകൂലമാണെന്ന് പറയുമ്പോൾ 100% പെർഫെക്റ്റായിട്ടൊന്നുമല്ല ഇതൊക്കെ നിൽക്കുന്നത്. ഓക്കെ, അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെയും അല്പം പൊലിമ കുറയുമെങ്കിലും ഇടിവെട്ട് സൗഭാഗ്യം തന്നെയാണ്. ഓക്കെ, 6-ാം ഭാവത്തിൽ ഇതൊക്കെ നിൽക്കുമ്പോൾ പ്രധാനമായിട്ടും ശത്രുക്കൾ നിഷ്പ്രഭരാകും. ഓക്കെ, പിന്നെ രോഗങ്ങൾ കുറയും. ഇപ്പോൾ ചിലത് പൂർണ്ണമായിട്ടും മാറാൻ ഇടയുണ്ട്. പിന്നെ കടങ്ങൾ കുറേയൊക്കെ ശമിക്കും. കുറേയൊക്കെ പണമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടും. നമുക്ക് EMI മാത്രമല്ല, മുതലിലും ഈ നമ്മുടെ കടത്തിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ 7-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നം ഉണ്ടാവും. അതുമാത്രമല്ല, തൊഴിൽപരമായിട്ടും അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എങ്കിലും സൂര്യൻ മേടം രാശിയിൽ ഉച്ച രാശിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടും തൊഴിൽപരമായിട്ടുള്ള ദുരിതങ്ങൾക്ക്. പിന്നെ 8-ാം ഭാവത്തിൽ നമ്മുടെ ശുക്രൻ അനുകൂലമായിട്ട് സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നേട്ടമാണ്. അഷ്ടമത്തിലാണെങ്കിൽ ശുക്രൻ അനുകൂലമാണ് അവിടെ. അപ്പോൾ അത് ഈ 19-ാം തീയതിയാണ് മാറ്റം വന്നേക്കുന്നത്, ശുക്രൻ രാശി മാറിയത്. അതിനു മുമ്പ് 6-ാം ഭാവത്തിലും 7-ാം ഭാവത്തിലും കാര്യമായ നേട്ടമൊന്നും, അതായത് ശുക്രൻ്റെ ആ ശരിക്കുള്ള പ്രഭാവമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്കൊന്നും ഞാൻ പറയുന്നത്, ഞാനും തുലാം രാശിയാണ്, പക്ഷേ കർക്കിടക ലഗ്നമാണ്. ഓക്കെ, അപ്പോൾ ഈ ലഗ്നമൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോണം. നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാൻ ഇല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനെ സമീപിച്ച് ശരിയാക്കുക. അതല്ലെങ്കിൽ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നേട്ടം എന്തൊക്കെയാണ്? ഇവിടെ ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇതെല്ലാം അനുകൂലമാണ്. ഓക്കെ,
അത് 10ാം ഭാവത്തിൽ കർക്കിടകം രാശിയിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ കൂടുതൽ നേട്ടം. 11ാം ഭാവത്തിൽ ചന്ദ്രൻ ലാഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ അത്രത്തോളം നേട്ടമില്ലെങ്കിലും എങ്കിലും അവിടെയും ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് നേട്ടം ഒക്കെ ആണ്. അപ്പോൾ ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം നേരത്തെ തന്നെ 9ാം ഭാവത്തിലാണ്, എങ്കിലും ജൂൺ 2-ാം തീയതി മാറുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചു വേണം. ജൂൺ 2-ാം തീയതിക്ക് മുമ്പ് കാര്യങ്ങളെല്ലാം, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അത്ര വലിയ ഭാഗ്യമൊന്നും വ്യാഴം കൊണ്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം 3 അനുകൂലമായിട്ട് വരുമ്പോൾ നമുക്ക് നേട്ടങ്ങൾ പറയുന്നത്, ഒന്നാമത് ധനവരവ്, ഭൗതിക സുഖങ്ങൾ. അത് മാത്രമല്ല, ഭൗതിക സുഖം, ഈ വീട് ഇല്ലാത്തവർക്ക് പുതിയൊരു വീട്ടിലേക്ക് വീട് വാങ്ങിക്കാനോ ലോൺ എടുത്ത് വാങ്ങിക്കാനോ, അതുപോലെ തന്നെ ഒറ്റയ്ക്കോ അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം നമുക്ക് ഭാഗ്യമുണ്ട്. വീടിനുള്ള ഒരു ഭാഗ്യം ഉണ്ട് ഈ 4 ദിവസം. ഈ 4 ദിവസത്തിനിടയ്ക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ട ലോൺ എടുക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വീട് പണിയുകയോ അങ്ങനെയൊക്കെയുള്ള വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള, തുടങ്ങാനും മറ്റുമൊക്കെയുള്ള നല്ല സമയമാണ്. ഓക്കെ. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ശുക്രനും വ്യാഴവും ഒക്കെ അനുകൂലമാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. പിന്നെ സർപ്പം അഥവാ രാഹു, അതുപോലെ തന്നെ ശിഖി അഥവാ കേതു, ഇതൊക്കെ അനുകൂലമാണ് ഇവിടെ. 5ാം ഭാവത്തിൽ സർപ്പം അത്ര വലിയ ഡയറക്റ്റായിട്ട് അനുകൂലമല്ലെന്ന് പറയാം. പക്ഷേ 5ാം ഭാവത്തിൽ എന്ന് പറയുമ്പോൾ പൂർവ്വ പുണ്യസ്ഥാനമാണ്. അതുമാത്രമല്ല, സർപ്പം നിൽക്കുന്നത് ശനിയുടെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിലാണ്. ഈ സർപ്പത്തിനും കേതുവിനും, ഈ രാഹു കേതുക്കൾക്ക് സ്വന്തമായിട്ട് ക്ഷേത്രങ്ങളില്ല, സ്വക്ഷേത്രങ്ങളില്ല. പകരം ഇവർ ഏത് രാശിയിൽ നിൽക്കുന്നോ ആ രാശിയുടെ അധിപൻ്റെ സ്വഭാവം കാണിക്കുമെന്നാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇദ്ദേഹം കയറി നിൽക്കുന്നത് ശനിയുടെ സ്വക്ഷേത്രത്തിലാണ്. അപ്പോൾ സ്വക്ഷേത്രപരമായ ശനിയുടെ സ്വഭാവമാണ് കാണിക്കുന്നത്. അത് തന്നെ ശനിയുടെ സ്വക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? കുംഭൻ രാശിയും മകരം രാശിയും. മകരത്തേക്കാൾ ശക്തിയാണ് കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനിക്ക്. അപ്പോൾ പരമാവധി ശക്തിയുള്ള സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയുടെ സ്വഭാവമാണ് സർപ്പം കാണിക്കുന്നത്. കൂടാതെ പൂർവ്വ പുണ്യസ്ഥാനത്താണ് 5ാം ഭാവം എന്ന് പറയുമ്പോൾ പിതാവുമായിട്ടും സന്താനങ്ങളുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ടോട്ടൽ കണക്ക് കൂട്ടുമ്പോൾ ആകെ മൊത്തം ടോട്ടൽ സർപ്പം അനുകൂലമായിട്ട് തന്നെ കരുതുക. അത് മാത്രമല്ല, 5ാം ഭാവത്തിൽ സർപ്പം വരുമ്പോൾ തീർച്ചയായിട്ടും കേതു 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണല്ലോ. അപ്പോൾ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിൻ്റെ, അതും സൂര്യൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങം രാശിയിലാണ് കേതു നിൽക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിൻ്റെ ദൃഷ്ടി ഇതിന് പതിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും സർപ്പത്തിൻ്റെ അനുകൂല ഭാവം കൂടും. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ എല്ലാം ഒത്തു വന്നിരിക്കുകയാണ്. ഒരു 8 ഗ്രഹങ്ങൾ ഒത്തു വന്നിരിക്കുക. 100% ഈ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട, 100% പ്രതീക്ഷിക്കേണ്ട, എങ്കിലും ഒരു 80% അടിപൊളി സമയമാണ്. ഈ സൂര്യൻ പ്രതികൂലമായിട്ട് നിൽക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സൂര്യൻ്റെ ആ പ്രതികൂലാവസ്ഥ മറികടക്കാൻ എല്ലാ ദിവസവും, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം എങ്കിലും നടത്തുക. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക. ഓക്കെ. പിന്നെ പൊതുവെ പറഞ്ഞാൽ നമുക്ക്
ഭാഗ്യവർദ്ധനവിന് വേണ്ടി എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ, അത് തന്നെ ശിവക്ഷേത്രം തിരഞ്ഞെടുക്കുമ്പോൾ പാർവതിയും കൂടി പ്രതിഷ്ഠിക്കപ്പെട്ട ശിവക്ഷേത്രത്തിലാകുന്നത് കൂടുതൽ നല്ലത്. ഓക്കെ, കൂടുതൽ നേട്ടമുണ്ടാകും. അത് മാത്രമല്ല, നമുക്ക് ഈ 7ാം ഭാവത്തിലെ സൂര്യൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊന്ന് ശമിക്കാൻ ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാട് നടത്തുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ ഇതൊക്കെ നടത്തിയാലും കൃത്യനിഷ്ഠയോടെ ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതൊക്കെ പാലിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ ഭാഗ്യം ഒന്നും കിട്ടത്തില്ല. ഓരോരുത്തരൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടും, അടിപൊളി സമയമെന്നൊക്കെ വെച്ച് തള്ളുന്നുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അത് കിട്ടാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ശാസ്ത്രീയമായ പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടാണ്, അല്ല മറ്റു കാര്യങ്ങൾ. അതായത് ഈ 8 ഗ്രഹങ്ങൾ പോയിട്ട് ഒരു ഗ്രഹം പോലും അനുകൂലമല്ലെങ്കിൽ പോലും നമുക്ക് ലോട്ടറി വരെ നേടാം. പക്ഷേ അതുപോലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വ്രതത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. വ്രതം എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. കഠിനവ്രതം കേട്ടിട്ടുണ്ടോ? ഈ തമിഴ്നാട്ടിലെയൊക്കെ അയ്യപ്പ ഭക്തന്മാരെ കണ്ടു പഠിക്കണം നമ്മൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ കാണുമ്പോൾ, അങ്ങനെയുള്ള ഭക്തരെ കാണുമ്പോൾ താണ് തൊഴാൻ തോന്നിപ്പോയിട്ടുണ്ട് എനിക്ക്. കാരണം പറഞ്ഞാൽ കഠിനവ്രതമാണ് അവർ അനുഷ്ഠിക്കുന്നത്. കറുത്ത വസ്ത്രമാണ് ഉപയോഗിക്കുന്നത്, ചെരുപ്പിടത്തില്ല, പാദരക്ഷ ഇടത്തില്ല. അത് മാത്രമല്ല, ബസ്സിലും കാറിലും ഒന്നും സഞ്ചരിക്കത്തില്ല, നടന്നു പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് സ്ട്രെയിറ്റ് ശബരിമല വരെ നടന്നു വരുന്ന ഭക്തന്മാരുണ്ട്. അത് കഠിനവ്രതമാണ്. ഇറച്ചി മീനും കൂട്ടാതിരിക്കുക മാത്രമല്ല വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിരവധി കാര്യങ്ങളുണ്ട്. കഠിനവ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ പ്രത്യേക മന്ത്രങ്ങളും പൂജകളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഏറ്റവും മോശം സമയത്തായാൽ പോലും, അതായത് രാഹു ദശയിൽ കേതുവിൻ്റെ അപഹാരമാണെങ്കിൽ പോലും, അതായത് രാഹു കേതു ഏറ്റവും പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹനിലയുള്ളവർക്ക് പോലും ലോട്ടറി വരെ അടിക്കാം കഠിന വ്രതം എടുത്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ഇവിടെ കഠിന വ്രതം പോയിട്ട് സാധാരണ ഓരോരുത്തരൊക്കെ അമ്പലത്തിൽ പോകുന്ന എപ്പോഴാണ്? ഞായറാഴ്ച. വാ മക്കളെ, നമുക്ക് സിനിമയ്ക്ക് പോവാം, ഞായറാഴ്ച ഇന്ന് അവധിയില്ല. ഉടനെ മോൻ പറയും നമുക്ക് മറ്റേ ഹോട്ടലിൽ കയറി നല്ല നോൺ വെജ് കാച്ചണം. അത് നോക്കാം. ഉടനെ മോള് പറയും അച്ഛാ നമുക്ക് പാർക്കിലും പോകണം, പാർക്കിൽ പോയി അവിടെ സൈക്കിള് വാടകയ്ക്ക് കിട്ടുന്ന സൈക്കിള് ചവിട്ടണം. പിന്നെ അവിടെയൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പാർക്കുകളിൽ, അവിടെയൊക്കെ മേളിൽ നിന്ന് താഴോട്ട് ഊർന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടി, അതൊക്കെ ചെയ്യണം. അതും ചെയ്യാം. അപ്പോൾ ഭാര്യ പറയും എങ്കിൽ നമുക്ക് ആ ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടൊന്ന് പോയേക്കാം. അങ്ങനെയൊക്കെ ഓരോരുത്തർ ഭക്തിയും കൊണ്ട് നടക്കുന്നത്. മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, മനസ്സിൽ ദൈവം ഉണ്ടായ മാത്രം പോരാ, അതിന് ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അനുഷ്ഠിക്കണം. അതൊക്കെ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് ഞാനുമായിട്ട് നമ്മൾ വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഫോൺ വിളിക്കല്ലേ, ഒരു രക്ഷയില്ല. ഫോൺ വിളിക്കരുതെന്ന് പറഞ്ഞാലും ചിലർ വിളിക്കും. ഇന്നലെയൊക്കെ പലർക്കും വോയിസ് മെസ്സേജൊക്കെ ഇടുമ്പോൾ എത്ര ഫോൺ കോളാണ് വരുന്നത്. എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഫോൺ വിളിക്കല്ലേ, വാട്സാപ്പിൽ എന്ത് വേണമെങ്കിലും ഇട്ടോളൂ. കമൻറ്റ് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് ഇട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഈ പറഞ്ഞതൊക്കെ ഈശ്വരൻ്റെ കൂടെ കൈപിടിച്ച് നടക്കുന്നവർക്ക് ഒന്നിനെയും പേടിക്കണ്ട. അപ്പോൾ സംഭവം ഇതാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിരവധി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇതിപ്പോൾ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങൾ,
രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഇമ്മണി പ്രശ്നം ഉണ്ടാകുന്ന തൊഴിൽ പ്രശ്നം മാത്രമാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി കുഴപ്പമൊക്കെ ഉണ്ടാവും. പിന്നെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെയൊക്കെ പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലോട്ടറി വരെ നേടാം ഈ ദിവസങ്ങളിൽ എന്ന് ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങൾ പോയി 10,000 രൂപയ്ക്ക് ലോട്ടറി ഒന്നും എടുത്തേക്കരുത്. ഓരോരുത്തരൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബ്രഹ്മമുഹൂർത്തത്തിലൊന്ന് എഴുന്നേറ്റ് കുളിച്ച് അവിടെ പോയി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി വഴിപാടുകളൊക്കെ കഴിച്ചിട്ട് പോയി 10,000 രൂപയ്ക്ക് ലോട്ടറി എടുക്കും. യഥാർത്ഥം സംഭവിച്ചതാണ്. 6,000 രൂപയ്ക്ക് ഒരാൾ ലോട്ടറി എടുത്ത്, ഈ ഞാൻ പറയുന്നത് പോയി കേട്ടിട്ട് 6,000 രൂപയ്ക്ക് ലോട്ടറി അങ്ങ് എടുത്ത് ഒരു പൈസ അടിച്ചില്ല. അങ്ങനൊന്നും അല്ല ഭക്തി. നമ്മൾ തമിഴ്നാട്ടിലെ അയ്യപ്പ ഭക്തന്മാരെ കണ്ടുപിടിക്കണം. ആ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏത് ദുര്യോഗം ഉണ്ടെങ്കിലും ഏത് ദുര്യോഗമുള്ള സമയമായാലും എന്താണ് നമ്മുടെ രാഹു ദശയിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ മഹാദശയിൽ കേതുവിൻ്റെ അപകാരമാണെങ്കിൽ പോലും ലോട്ടറി വരെ അടിക്കും. അത് കഠിനവ്രതം അനുഷ്ഠിക്കുന്നവർ. അല്ലാതെ ഒരു ദിവസം ബ്രഹ്മമുഹൂർത്തത്തെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് എന്ന് 6,000 രൂപയ്ക്ക് ലോട്ടറി എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? 6,000 രൂപയ്ക്ക് ലോട്ടറി എടുക്കാൻ ഇല്ല. ഒരു ലോട്ടറി എടുക്കുക. അത് മാത്രമല്ല, നിങ്ങളുടെ ഈ പറയുന്ന ഗ്രഹനിലയിൽ സർപ്പം അഥവാ രാഹു ഒക്കെ അനുകൂലമായിരിക്കണം. അത് മാത്രമല്ല, മഹാദശ അന്തർദശ ഇതൊക്കെ അനുകൂലമായിരിക്കണം. അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾ കടമ്പകൾ കടന്നിട്ട് അതിൻ്റെ കൂടെ കഠിന വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നവർക്കൊക്കെ ഈ പറഞ്ഞ നേട്ടങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ശ്രദ്ധിച്ചോളൂ. ജൂൺ 2 കഴിഞ്ഞ് നമുക്ക് ഭാഗ്യം കുറയും. ഓക്കെ. അത് മാത്രമല്ല, ഒരു 1.25 വർഷം കഴിയുമ്പോൾ ശനിയും മാറും, പ്രതികൂലമാവും. നമ്മുടെ തുലാം രാശിയുടെ ഭാഗ്യമെല്ലാം നമ്മുടെ മിഥുനം രാശിക്കാർ കൊണ്ടുപോകാൻ പോയാണ്. അവർക്ക് 13 മാസം, 13 ദിവസമല്ല, 13 മാസം നല്ല കാലമെന്നും പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ജൂൺ 2 മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് നേടാൻ പറ്റാത്ത നേട്ടങ്ങളൊന്നും തന്നെ ബാക്കിയില്ല ഇതിനകത്ത്. പൊതുവിൽ പറയുകയാണെങ്കിൽ ഏപ്രിൽ 24, 25, 26, 27 തീയതികളിൽ 4 ദിവസം അടുപ്പിച്ച് ഇടിവെട്ട് സൗഭാഗ്യമാണ് തുലാം രാശിക്കും തുലാം ലഗ്നത്തിനും. ഓക്കെ. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ അനുഷ്ഠാനങ്ങളും ഫലപ്രദമായിട്ട് നിർവഹിക്കാൻ കഴിയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.